എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെ ടെറാറിയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ടെറാറിയം ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. എൻ്റെ അടുത്തൊരു ബൗളുണ്ട്. ഈ ബൗളിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് പെബിൾസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പെബിൾസ് കണ്ടില്ലേ, അതാണ് എൻ്റെ ഏത് ടെറാറിയം ഉണ്ടാക്കലും എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും അതാണ് കേട്ടോ. കുറച്ച് പെബിൾസ് നമ്മൾ ആഡ് ചെയ്യണം, എന്നാലേ ആ വാട്ടർ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കും. ഒരു ടെറാറിയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് അറിയാമോ? അതിൻ്റെ സോയിലാണ്. ഇത് ഞാൻ തന്നെ മിക്സ് ചെയ്ത എൻ്റെ പോട്ടിംഗ് സോയിലാണ് കേട്ടോ. ഇതിനകത്ത് സാധാരണ പോട്ടിംഗ് സോയിലുണ്ട്, അതുകൂടാതെ കുറച്ച് ഡെസേർട്ട് സാൻഡുണ്ട്, പിന്നെ പിന്നെ പോട്ടിംഗ് സോയിലുണ്ട്, ഡെസേർട്ട് സ്റ്റാൻഡുണ്ട്, പിന്നെ കുറച്ച് കൊക്കോപ്പിറ്റുണ്ട്. അങ്ങനെയെല്ലാം കൂടെ ഞാൻ തന്നെ മിക്സ് ചെയ്ത എൻ്റെ സോയിൽ ഞാൻ കുറച്ച് ആഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്ത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകാം കേട്ടോ. ബിക്കോസ് നമ്മൾ പുറത്തുനിന്ന് പ്ലാന്റ് ഒന്നും വാങ്ങണ്ട. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത പ്ലാന്റുകളാണ്. എൻ്റെ ഇവിടേക്കുള്ള പ്ലാന്റൊക്കെ ഇല്ലേ, ഇതിൽ നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത പ്ലാന്റുകളാണ് കേട്ടോ. ഇൻഡോർ വളർത്തുന്ന ഏത് പ്ലാന്റും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇച്ചിരി കൂടെ ഹ്യൂമിഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മളൊരു ക്ലോസ്ഡ് ടെറാറിയം ഉണ്ടാക്കുന്നത്, അപ്പോൾ അതായിരിക്കും നല്ലത്. ഇത് പിന്നെ എൻ്റെ ടെറാറിയം സോയിലാണ്. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല, പക്ഷെ ഞാൻ ചില സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഉപയോഗിക്കാമെന്ന് വെച്ചു. എല്ലാം വളരെ ചെറിയ പ്ലാന്റ് അല്ലേ, അപ്പം കുറച്ച് ടെറാറിയം സോയിൽ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും തോന്നി. നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ടെറാറിയംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനും. ഞാൻ ഒരിക്കലും മടുക്കാത്തൊരു ജോലി ചെയ്ത് ആക്ച്വലി ടെറാറിയം ചെയ്യാറുണ്ട്. എന്താണെന്നറിയില്ല, എനിക്കങ്ങനെ വലിയ മടുപ്പ് വരാറില്ല ഇത് ചെയ്യുമ്പോഴേ. പക്ഷെ ഇത് ആദ്യം ചെയ്യുമ്പോൾ തന്നെ വലിയ ഭംഗി തോന്നത്തില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം ഇതിനകത്ത് ഈ പ്ലാന്റൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴേക്കാണ് ഭംഗി തോന്നാറ്. ഇനി നമുക്ക് പ്ലാന്റ്സ് ആഡ് ചെയ്യാം. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റാണ്. നമുക്കിത് ആഡ് ചെയ്യാം. നമുക്കൊരു ലീഫ് കട്ട് ചെയ്ത് വന്നേക്കാം. നമ്മൾ പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കണം കേട്ടോ. ഇവിടുന്ന് കുറച്ച് റൂട്ട്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പ്ലാന്റ് കട്ട് ചെയ്യുമ്പോഴേക്കും റൂട്ട്സ് വരുന്നുണ്ടാകും നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. എന്നാലേ അത് വളരും. എന്നിട്ട് നമുക്കിത് അതൊക്കെ പയ്യെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. വലുതായിട്ടൊന്നും ഫോഴ്സ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ ക്ലോസ് ടെറാറിയം വലുതായിട്ടൊന്നും ഫോഴ്സ് ചെയ്യണ്ട. ഫോഴ്സ് ചെയ്താൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ പയ്യെ ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ എന്താ ഇനി ഇത് കൊണ്ട് നമുക്കിത് ഞാൻ പിന്നെ കട്ട് ചെയ്തെടുത്തിൻ്റെ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്, വെള്ളയും ഗ്രീനൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ആക്കി വന്നിട്ട്. ഇത് ഞാൻ ആക്ച്വലി ഞാനത് പിന്നെ ഫോഴ്സ് ചെയ്ത് ഞാനങ്ങനെ എന്താ പറയുക അവിടെ അങ്ങനെ വെക്കുക, പ്ലേസ് ചെയ്ത് വെക്കുക. ഞാനിങ്ങനെ പുഷ് ചെയ്ത് വെക്കുന്നില്ല. ഇനി കളറിന് വേണ്ടിയിട്ട് എനിക്കിത് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡൗട്ട്. ആക്ച്വലി ഫിറ്റോണിയ നല്ല പ്ലാന്റ്, ടെറാറിയത്തിന് പറ്റിയ പ്ലാന്റ് കേട്ടോ. നമുക്ക് ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇവൻ ആഡ് ചെയ്യാം. യൂട്യൂബേഴ്സിനൊക്കെ സമ്മതിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചു ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്, പക്ഷേ നോ മാൻ. യൂട്യൂബേഴ്സ് ആകാന്ന് പറയുന്നത് ഭയങ്കര സംഭവം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ടെറാറിയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? സോയിലാണ് ഇതിൻ്റെ കീ. ബാക്കിയെല്ലാം നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും, പക്ഷെ സോയിൽ റെഡി ആയില്ലെങ്കിൽ ഇതെല്ലാം കുളമായി പോകട്ടോ. അപ്പോൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ ഇനി പ്ലാന്റ് ആഡ് ചെയ്യണം. അല്ല, ഇനി നമുക്ക് കുറച്ച് മോസ് ആഡ് ചെയ്യാം. മോസ് ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ തന്നെ വീട്ടിൽ വളർത്തുന്ന മോസാണ്, കാണിച്ചു തരാം. ഹലോ, എനിക്ക് ടെറാറിയത്തിൽ മോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോസ് ഉള്ളപ്പോൾ ടെറാറിയം കാണാൻ ഒരു പ്രത്യേക ഭംഗി. പക്ഷേ ഈ മോസൊക്കെ ഒന്ന് സെറ്റായി വരണം. നമ്മൾ ആദ്യം തന്നെ ഇപ്പം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളാണോ ഈ പ്ലാന്റൊക്കെ ഇതിനകത്തോട്ട് അങ്ങ് സെറ്റായി വന്നു കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൽ നമുക്ക് കുറച്ച് എന്താ പറയുക വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ടെറാറിയത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയാം, നിങ്ങൾ ഒരു പ്രാവശ്യം വാട്ടർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ക്ലോസ് ടെറാറിയം അല്ല, വല്ലപ്പോഴൊക്കെ വാട്ടർ വെച്ച് കൊടുക്കാം. ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലോ അല്ല 2 മാസം കൂടുമ്പോഴോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ മിനി ടെറാറിയം. ഞാനൊരു 4 വെറൈറ്റി പ്ലാന്റും വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മോസും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.